നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേ ജയരാമന്റെ കാര്യം നോക്കിക്കോണേ. അമ്മ ധൈര്യത്തോടെ പോയിട്ടോ. എന്റെ ഏട്ടന്റെ കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. നിന്നേക്കാൾ ഉത്തരവാദിത്വത്തോടെ ഇവൾ നോക്കിക്കൊള്ളും. ചെറുപ്പത്തിൽ ചേട്ടന്റെ അടുത്തുനിന്ന് ഇവൾ മാറില്ലായിരുന്നു. അതെ, ഇടയ്ക്കിടയ്ക്ക് ചായ ചോദിക്കുന്ന എന്റെ രാമഭദ്രൻ ഭർത്താവും ഇവിടില്ല. ഞാൻ സ്വസ്ഥം. പിന്നെ ഏട്ടന്റെ കാര്യം നോക്കുന്നത് എനിക്കെന്താ? രാമഭദ്രൻ എന്ന് വരും മോളെ. ബിസിനസ് ആവശ്യത്തിന് പോയിരിക്കല്ലേ അച്ഛ. ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞത് അടുത്ത ആഴ്ച വരുമെന്നാ. എന്നാ ഞങ്ങള് പോയിട്ട് അമ്മായി. അതെ, നീ ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോ എന്റെ കാര്യം കൂടെ പുള്ളിക്കാരോടൊന്ന് പറഞ്ഞേക്കണേ. ഉറപ്പായിട്ടും. അതിനെന്താ സംശയം? വാ മോളെ. നിക്ക്. അല്ല, കുഞ്ഞിനെ കൊണ്ട് എന്തിനാ പോകുന്നത്? കുഞ്ഞിനെ ഇങ്ങ് തന്നേച്ചോ, ഞാനും അച്ഛനും കൂടെ കളിപ്പിച്ചോളാം. അതെ, വല്ലപ്പോഴും എനിക്കും താമോളെ. ഞാനൊന്നുമില്ലല്ലോ, അതിന്റെ അച്ഛമ്മയല്ലേ. അച്ഛമ്മ. എന്തു പറ്റി? എന്താ മീനാക്ഷി? അല്ലമ്മായി, വൈകമോളെ അമ്മായിയുടെ കൈ തന്നിട്ട് പോണെന്ന് തന്നെയാ ഞാൻ കരുതിയത്. പക്ഷേ എന്തു പക്ഷേ അമ്മായിയുടെ കണ്ണൊന്ന് തെറ്റിയ പരുന്ത് റാഞ്ചും പോലെ അവൾ വന്ന് റാഞ്ചിക്കൊണ്ട് പോവും കുഞ്ഞിനെ. ആ മൈഥിലി മാങ്ങാത്തൊരിയൊന്നും വന്ന് കുഞ്ഞിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ ചെകിടി ഞാൻ അടിച്ചു പൊളിക്കും കുഞ്ഞിനെ തൊട്ട. കുഞ്ഞിനെ ഞാൻ എടുത്തോളാം. അവള് വിറയ്ക്കും എന്നോട് കുഞ്ഞിനെ ചോദിക്കാൻ. കുഞ്ഞിനെ അതിന്റെ മുത്തച്ഛനും അച്ഛമ്മയും കൂടി നോക്കിക്കോളും മീനാക്ഷി. കുഞ്ഞിനെ കൊടുത്തേക്ക്. ഇഞ്ഞി താമോളെ. ഓ, ഒച്ചമ്മയുടെ പൊന്നു വന്നേടാ മുത്തേ. ഇച്ചടാ ഇങ്ങട് വാട തക്കട് മുത്തേ. ഒച്ചമ്മയുടെ പൊന്നല്ലേ. ഇച്ചടാ ഇഞ്ചു. ഒച്ചമ്മയുടെ പൊന്നല്ലേ, അച്ചമ്മയുടെ മുത്തല്ലേ. നിങ്ങൾ പോയച്ചുവാ. ആ അലവലാതി മൈഥിലി പോയിട്ട് ഒരു കൊതുകിന്റെ നിഴല് പോലും എന്റെ കുഞ്ഞിന്റെ മേൽ വീടില്ല. ഇപ്പോഴാ ഒരമ്മയുടെ മനസ്സിലെ വാത്സല്യത്തിന്റെ വിങ്ങല് എനിക്ക് മനസ്സിലാവുന്നത്. മുച്ചുടോ. അച്ഛാ, നെല്ലിക്കോളം പോന്ന ഈ സാധനം മഹാവികൃതിയാ കേട്ടോ അച്ഛാ. നിന്റെ അല്ലേ കൊച്ചുമോള്? നീ ചെറുപ്പത്തിൽ എന്ത് വികൃതിയായിരുന്നോ? ആണോ? കരച്ചിലൊന്ന് തുടങ്ങിയാൽ നിർത്തുവോ? നിന്റെ കരച്ചിലിന്റെ ശല്യം കാരണം പലവട്ടം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. അച്ഛമ്മ പൊന്നേ, ആയിരം കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ഉച്ചടോ. മുത്തശ്ശന്റെ ചിങ്കിടി പൊന്നാരേ, മുത്തശ്ശിയുടെ മുത്തേ, രാമഭദ്രൻ അച്ഛന്റെ തക്കുടു. അച്ഛാ, ഞാനുമായിട്ട് ഒത്തിരി സാമ്യമല്ലേ നമ്മുടെ വൈകമോക്ക്? പിന്നെ നിന്റെ ഡിറ്റോയാ. നിന്റെ കണ്ണുകളും നിന്റെ മൂക്കും ആ ചിരിയും എല്ലാം അതേപടി കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. ആണോ? ഒച്ചമ്മട് പൊന്നേ. പക്ഷേ കൈയും കാലും ഒക്കെ കാർത്തിയുടെ പോലെ തന്നെയാ. ഇത് നമ്മുടെ കുഞ്ഞ് തന്നെയാ.
ചെമ്പകമംഗലത്തിന്റെ ചെമ്പകപ്പൂ ആ അല്ലടാ. വാവേ വാടാ വാടാ വാടാ. ഒച്ചുച്ചുച്ചുച്ചു, മുത്ത് ഉച്ചു. ദേ അപ്പൂപ്പൻ. ആ അപ്പൊ ഇപ്പൊ വരാം കേട്ടോ. ആ. ആ ടാറ്റാ. അപ്പൂപ്പന് ടാറ്റ കൊടുത്തേ. ടാറ്റാ അപ്പൂപ്പ ടാറ്റാ. ഒറ്റുറ്റു. ആ, മുത്തശ്ശിയുടെ പൊന്നേ. ഇത് ഞാൻ സഹിക്കില്ല. ഇവരെന്റെ ഹൃദയത്തെ കീറി മുറിക്കുവാ. ഇവരോട് ഞാൻ പകരം വീട്ടും. വൈശാഖെന്ന് പറയുന്ന ആ ദുഷ്ടനെ പ്രേമിച്ചത് കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാ സൗഭാഗ്യങ്ങളും ഇല്ലാതായി. ഈ വീട്ടില് എല്ലാരും എന്നെ വെറുക്കുന്നു, അറപ്പോടെ കാണുന്നു. ഇപ്പൊ ഇതാ എന്റെ കുഞ്ഞിനെ പോലും ഒന്ന് എടുക്കാനോ ലാളിക്കാനോ അവര് സമ്മതിക്കുന്നില്ല. ഞാനിതെങ്ങനെ സഹിക്കും? ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഇതിനൊരു അവസാനം വേണം. എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും. പകരം വീട്ടിൽ ഞാൻ. ഇവൾക്ക് ഭ്രാന്തായിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടില്ലേ, അതിന്റെ ഭ്രാന്ത്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.